ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? കുറേ ദിവസമായി വീഡിയോസ് ഒന്നും ഇട്ടിക്കില്ല, നല്ല തിരക്കായതിനും. അപ്പം മൊത്തത്തിൽ നമ്മളെ വീടെല്ലാം ഒഴിഞ്ഞു കൊടുക്കണം, അത്രയും കാലി ചെയ്യേണ്ട തിരക്ക് പിടിച്ച പണിയാനും. ഇതൊക്കെ നമ്മൾ കാലി ചെയ്ത് കൊടുക്കണം, ഇതെല്ലാം പാക്ക് ചെയ്ത് നമ്മൾ അയക്കണം, ട്രക്കിലാക്കി അയക്കണം. അതുകൊണ്ട് നമുക്ക് ഫോണൊന്നും തൊടാൻ പോലും പറ്റുന്നില്ല. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അവരെല്ലാവരും വീഡിയോസ് ഇടുന്നുണ്ട്, അതൊന്നും കാണാനും പറ്റുന്നില്ല. ഫോൺ എല്ലാം വൈഫൈ ഒക്കെ അയച്ചുകൊണ്ടില്ലേ, നമുക്ക് നെറ്റൊന്നും അങ്ങനെ കിട്ടുന്നില്ല. നമ്മൾ ഫോണിൽ അങ്ങനെ ഒരുപാട് നെറ്റ് റീചാർജ് ചെയ്യുന്നില്ലല്ലോ. പിന്നെ മക്കൾക്ക് വെക്കേഷൻ ആയതുകൊണ്ട് ഓല കയ്യിലാണ് ഫോൺ ഉണ്ടാകുക. ഞാനാണ് ഇങ്ങനത്തെ പരിപാടികൾക്കൊക്കെ നിൽക്കുന്നതുകൊണ്ട് തീരെ സമയം കിട്ടുന്നില്ലേ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് ഈ പാക്കിങ്ങും, പിന്നെ നമ്മൾ ഫ്രണ്ട്സിന് വേണ്ടി കുറച്ച് ഗിഫ്റ്റൊക്കെ വാങ്ങിയേ, നാട്ടിലേക്ക് പോകുന്നേരം എന്തൊക്കെയാണ് വാങ്ങിയത്, ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ പഴയ സാധനം വെച്ചാൽ തീരെ ഉപയോഗിക്കാൻ പറ്റാത്ത സാധനങ്ങൾ നമ്മൾ കൊണ്ടുവന്ന് ഉപയോഗിക്കാന്ന് വെച്ചാൽ നാട്ടിൽ ആണെങ്കിൽ നമുക്ക് വേണ്ട, അതായത് നമ്മളിപ്പോൾ തണുപ്പിൻ്റെ ഡ്രസ്സുകൾ നമുക്ക് വേണ്ട, അതുപോലുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നിൽക്കുക കേട്ടോ. അപ്പോൾ ഇതായിരുന്നു എനിക്ക് ഏറ്റവും വലിയൊരു തലവേദന പിടിച്ച പണി. കാരണം നമ്മൾ ഒഴിവാക്കുമ്പോൾ വിചാരിക്കും അയ്യോ ഇതിനി വേണ്ടി വരുമോ എന്ന് വെച്ചിട്ട് പിന്നെ എടുത്ത് ഇങ്ങോട്ട് വെക്കും. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ട്രക്കിൽ സാധനങ്ങൾ അയക്കുമ്പോൾ ഈ സാധനത്തിന് ആകെ 10-100 ഉറുപ്പ്യ ഉണ്ടാവും, പക്ഷേ ട്രക്കിൽ അയക്കുമ്പോൾ അതിലും കൂടുതൽ പൈസയാവും. അങ്ങനെ ഞാൻ വേസ്റ്റ് അല്ല ഈ ബാഗിൽ നമുക്ക് വേണ്ടാത്ത ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ, ഈ ഒരു ബാഗും ചീത്തയായിട്ടോ, അതിന് വേറൊന്ന് വാങ്ങണം. അപ്പം നമ്മൾ തണുപ്പിൻ്റെ ഡ്രസ്സുകളാണ് കൂടുതൽ. പിന്നെ ഇതൊക്കെ നല്ലതാണ് കേട്ടോ, നല്ല ഡ്രസ്സുകളും ഉണ്ട്, അതായത് മക്കളിനി ഇടുകയില്ല, സൈസൊക്കെ ചെറുതായി പോയ ഡ്രസ്സുകളൊക്കെ ഉണ്ട്. അതെല്ലാം വേറൊരു 2 രീതിയിൽ ഞാൻ പാക്ക് ചെയ്താൽ. ഇവിടെയെന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കാൻ പറ്റിയ ഡ്രസ്സുകളോ കൊണ്ട് കൊടുത്താൽ സ്വീകരിക്കുന്ന സ്ഥലമുണ്ട് കേട്ടോ. അവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അവിടെ കൊടുത്താൽ നമ്മൾ അത് വേണ്ട ആൾക്കാർക്ക്, തീരെ പാവപ്പെട്ട ആൾക്കാർ അങ്ങനെയുള്ളവർക്ക് അത് കൊടുക്കും കേട്ടോ. നല്ല ഡ്രസ്സുകളാണ്, നമുക്കിനി നാട്ടിൽ വേണ്ടാത്തത് കൊണ്ടാണ്, ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാനത്. ഒന്നാമത് പിന്നെ നമുക്കത് കൊണ്ടുപോകാനും പറ്റുന്നില്ല. അതായത് ഇതിനൊക്കെ ഭയങ്കര വെയിറ്റാണ്, ഈ സെറ്ററിനൊക്കെ ഭയങ്കര വെയിറ്റാണ്. അതൊക്കെ നമ്മൾ ട്രക്കിൽ കൊണ്ടുപോകാൻ അതിൻ്റെ ചാർജും കൂടി കൊടുക്കേണ്ടി വരും. പിന്നെ നമ്മൾ അത്യാവശ്യം ഒരു പെട്ടി വേണം, അതിനും നമുക്ക് കയ്യിൽ സാധനം കൊണ്ടുപോകാൻ. കുറച്ച് ഡ്രസ്സുകളൊക്കെ നമുക്ക് കയ്യിൽ തന്നെ കൊണ്ടുപോകണം, ബാക്കി സാധനങ്ങളൊക്കെ ട്രക്കിൽ അയക്കുകയാണെങ്കിലും അതിന് വേണ്ടിയിട്ട് പുറത്ത് വന്നതാട്ടോ. നമ്മൾ ഫുഡൊക്കെ അങ്ങനെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ നമ്മൾ വീട്ടിൽ വന്ന്, അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് ഒഴിവാക്കാനുണ്ട്, അതൊക്കെ ഇനി ഒഴിവാക്കണം. അങ്ങനെ അതെല്ലാം നമ്മൾ കൊണ്ട് കളഞ്ഞ് ഇനി നമ്മളെ പരിപാടി എന്ന് പറയുന്നത്, ഇവിടുത്തെ എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് എല്ലാവരെയും എനിക്ക് അത്രയ്ക്ക് മിസ് ചെയ്യും. ഒരു കാരണമാണ് ശരിക്കും യൂട്യൂബിൽ ഞാൻ വ്ളോഗ് തുടങ്ങിയത്. സാധാരണ അതിൻ്റെ മുന്നേ, ഞാൻ ഇവിടെ വരുന്നതിൻ്റെ മുന്നേ സാധാരണ വീഡിയോ, അതായത് കുക്കിംഗ് വീഡിയോ മാത്രം ഇട്ടുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മളെ ഫ്രണ്ട്സിൻ്റെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് തന്നെയാണ്. പിന്നെ സൗമ്യ എല്ലാവരും അതെ, ശരിക്കും സൗമ്യയ്ക്ക് അന്നേരം ഇവിടെ വന്നപ്പോൾ ഞാൻ നോക്കുമ്പോൾ ചാനലുണ്ട്, നല്ല ആക്റ്റീവായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എൻ്റെ കൂടെ ഒരുപാട് റീൽസിന് എനിക്ക് സപ്പോർട്ട് ചെയ്തിരിക്കുക. അതുപോലെ തന്നെ എല്ലാവരും നമ്മളെ വീഡിയോയ്ക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് നിന്നിക്ക്. അപ്പോൾ ഓർക്ക് എന്തെങ്കിലും എൻ്റെ വക പോകുന്നേരം എന്തെങ്കിലും നമ്മൾ കൊടുക്കണം എന്നുണ്ടതിന് അങ്ങനെ വാങ്ങിയതാട്ടോ. അപ്പോൾ ഇനി ഇതെല്ലാം ഒന്ന് പാക്ക് ചെയ്യണം. അപ്പോൾ എല്ലാവരും ഞങ്ങൾ പോകുന്നതിൻ്റെ തലേ ദിവസം എങ്ങനെയായാലും ഒത്തുകൂടും കേട്ടോ, എല്ലാവരും കൂടെ ഒരുമിച്ച് ഒത്തുകൂടും. ഇതിനാണെങ്കിൽ നല്ല റെഡ് കളറുണ്ടേ, പക്ഷേ എനിക്കൊന്ന് ലൈറ്റിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണെന്ന് തോന്നുന്നു അത്ര ഒരു നമ്മളെ വീഡിയോയിൽ അത്ര ഒരു ഇത് കാണുന്നില്ല. പക്ഷെ നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്, ഇങ്ങനെ ഒരുമിച്ച് എല്ലാ ഫ്ലവേഴ്സും കൂടി ഇങ്ങനെ കാണുമ്പോൾ ഉണ്ടല്ലോ നല്ല ഭംഗിയുണ്ട്. പിന്നെ അവിടെ ഒറ്റൊരു പീസേ ഉള്ളതിന് ഇത് കേട്ടോ. അപ്പോൾ ആ ഒരു ലില്ലിപ്പൂവ് അതും പിന്നെ ഈ ഒരു 2 ചെറിൻ്റെ ചെടിയും, ഇത് 2 ഞാൻ പിന്നെ ഇതുപോലെ ഇഷ്ടപ്പെട്ടേരെ ഞാൻ വീട്ടിലേക്ക് വാങ്ങിയതാണ്. ഇപ്പോൾ വാങ്ങി കൂട്ടുമ്പോൾ തന്നെ പേടിയാണ്, കാരണം ഇതൊന്നും കൊണ്ടുപോകാനാകുന്നില്ല. അതാണ് മെയിനായിട്ട്, നമ്മൾ കാണുമ്പോൾ അങ്ങ് വാങ്ങിപ്പോവും. പക്ഷേ ഇതൊക്കെ മെയിൻ പ്രശ്നം വരുന്നത് ഇങ്ങനെ നമ്മളിത് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്താട്ടോ, ഭയങ്കര ബുദ്ധിമുട്ട്. നമുക്ക് പല സാധനങ്ങൾ ഇഷ്ടപ്പെട്ട പലതും നമുക്ക് കൊണ്ടുപോകാൻ പറ്റാണ്ട് ഉപേക്ഷിക്കേണ്ടി വരും. കാരണം നമ്മൾ കയ്യിൽ കൊണ്ടുപോകാൻ പറ്റുന്നതിനൊരു പരിമിതിയുണ്ട്. നമ്മളിപ്പോൾ ഞങ്ങൾ ട്രെയിനിലാണ് എന്തായാലും പോകുന്നത്. ട്രെയിനിൽ നമുക്ക് സീറ്റൊന്നും, ഇപ്പോൾ 4 ആളുണ്ടെങ്കിൽ ചിലപ്പം സീറ്റ് കൺഫേം ആയി എന്ന് വരികയില്ല. അപ്പോൾ സീറ്റൊന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് സാധനങ്ങളൊന്നും വെക്കാൻ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇനി അടുത്ത നമ്മളെ പരിപാടി എന്ന് പറഞ്ഞാൽ അതൊക്കെ അങ്ങനെ എല്ലാം സെറ്റാക്കി ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവരും നമ്മളെ ഇവിടുത്തെ ഫ്രണ്ട്സിന് കൊടുക്കാൻ വേണ്ട സാധനങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബാഗിൽ ഉള്ളത് അപ്പോൾ മുഴുവൻ പെൺകുട്ടികളുടെ ഡ്രസ്സാട്ടോ. ഇതിൻ്റെ കോമഡി എന്താണെന്ന് ഞാനിങ്ങനെ ചിന്തിക്കാതെ, എനിക്ക് സ്വന്തമായിട്ട് എനിക്ക് പെൺകുട്ടികൾക്ക് വേണ്ടി ഡ്രസ്സ് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അതായത്
എനിക്ക് 2 ആൺകുട്ടികൾ. പക്ഷെ ഞാൻ എടുത്തത് മുഴുവനും പെൺകുട്ടികളുടെ ഡ്രസ്സ്. ഒരാൺകുട്ടിക്ക് മാത്രമേ എനിക്ക് ഡ്രസ്സ് എടുക്കേണ്ടി വന്നിട്ടുള്ളൂ. അതാണെങ്കിൽ അതിൻ്റെ പാൻറ്റ് മാത്രമേ കിട്ടിയുള്ളൂ, ബനിയനും ഷർട്ടൊന്നും കിട്ടിയില്ല. അത് നാട്ടിൽ പോയിട്ട് എടുക്കാമെന്ന് വിചാരിച്ച്. പെൺകുട്ടികളുടെ ഡ്രസ്സ് കാണാണ് കേട്ടോ, അടിപൊളിയാണ്. നമുക്ക് ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ ആയിരിക്കും. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലെ പോലെ ഷോപ്പിലൊക്കെ പോയി ഇങ്ങനെ പർച്ചേസ് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. ഇവിടുത്തെ മാർക്കറ്റുകളായിരിക്കുമല്ലോ. അപ്പോൾ ആടെ നമുക്ക് അങ്ങനെ ഒരുപാട് സമയം നിന്ന് സെലക്ട് ചെയ്യാനൊന്നും പറ്റില്ല. നമുക്ക് ഏകദേശം നല്ല ഭംഗിയുള്ള തോന്നുന്നു എടുത്തിങ്ങ് പോരാനേ പറ്റൂ. ഇനിയിപ്പോൾ ഇത് കൊണ്ടുപോയാലുള്ള അവസ്ഥ എന്താണെന്ന് വെച്ചാൽ 1 വർഷമായിട്ട് നമ്മൾ കാണുന്നില്ല മക്കളെ. അപ്പോൾ നീളം വെച്ചിട്ടുണ്ടാവും, വണ്ണം വെച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഈ കൊണ്ടുപോകുന്ന ഡ്രസ്സൊക്കെ ഞാൻ എൻ്റെ മനസ്സിലുള്ള ഒരു ഏകദേശം ഊഹം വെച്ചെടുത്തതാണ്. ഇത് ശരിയാവുമോ അല്ലേ കറക്റ്റ് ആവുമോ എന്നൊന്നും അറിയില്ല. പിന്നെ എന്തായാലും വീട്ടിലിടാമല്ലോ, അതെങ്കിലും അങ്ങനെയെങ്കിലും ഉപയോഗപ്പെടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാട്ടോ. പരിപാടി എന്ന് പറയുന്നത് പാക്കിങ്ങാണ്. അതിൻ്റെ മുന്നേ നമ്മൾ 2 ചെരുപ്പ് വാങ്ങി കേട്ടോ. സൈസൊന്നും അറിയില്ല, പക്ഷെ ആടെ എല്ലാ ഏകദേശം ചെരുപ്പും 5 സൈസാണ്. അതുകൊണ്ട് 2 ചെരുപ്പ് ഞാൻ എടുത്താ. ഇപ്പോൾ ഇത് 5 സൈസുള്ള ആർക്കെങ്കിലും ഇടാമല്ലോ.